അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാൻ സമാഗതമായ നിമിഷം മുതൽ നമ്മളിൽ ഓരോരുത്തരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണപരമായ മാറ്റങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ എന്തുമാത്രം വലിയ സന്തോഷമാണ്. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നമ്മുടെ വാക്കുകളിലെല്ലാം ഇപ്പോൾ സൂക്ഷ്മതയുണ്ട്. ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വലിയ ജാഗ്രതയുണ്ട്. ഇടപഴകുന്ന സമ്പർക്കങ്ങളിലും വ്യവഹാരങ്ങളിലുമെല്ലാം ഞാനൊരു നോമ്പുകാരനാണ് എന്ന ബോധ്യമുണ്ട്. കാരണം ഇത് പരിശുദ്ധ റമദാനാണ്. എല്ലാവരും മാറുന്ന മാസമാണ്. എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്ന അതിവിശിഷ്ടമായ ദിനരാത്രങ്ങളാണ്. ഇവിടെ മാറാതിരിക്കുന്നത് ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിലേക്ക്, അവൻ്റെ ആത്മീയ വെളിച്ചത്തിലേക്ക്, ഹൃദയവിശുദ്ധിയിലേക്കെല്ലാം ഈ ദിനരാത്രങ്ങളിലെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ ഒരവസരമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ തൻ്റെ അനുചരന്മാരെ സംബോധന ചെയ്യുമ്പോൾ മിമ്പറിന് മുകളിൽ കയറി നിന്ന് ആമീൻ 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 എന്ന് ആരുടെയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറയുന്നത് പോലെ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആരുടെ ഉത്തരത്തിനാണ് അങ്ങ് ഇങ്ങനെ ആവർത്തിച്ച് ആമീൻ പറയുന്നത്? പ്രിയപ്പെട്ട ജിബിരിയിൽ വന്നു അലൈഹിമുസ്സലാത്തു വസ്സലാം. എന്നിട്ട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ റമദാൻ ഒരാൾക്ക് സമാഗതമായിട്ട് എന്നിട്ടും അയാൾ നന്നായില്ല, രക്ഷപ്പെട്ടില്ല, വിജയിച്ചില്ല എങ്കിൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് ജിബിരിലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉറക്കെ ആമീൻ പറഞ്ഞതാണ്. റമദാൻ വന്നിട്ടും നന്നാവാത്തവർ, റമദാൻ ലഭിച്ചിട്ടും മാറാത്തവർ, റമദാൻ എന്ന അവസരം നേടിയിട്ടും അതുകൊണ്ട് രക്ഷപ്പെടാത്തവർ, അവരല്ലേ ഭൂമിയിലെ ഏറ്റവും വലിയ ഹതഭാഗ്യർ. പ്രിയപ്പെട്ടവരെ, ചെയ്യുക, അത് തുടരെ തുടരെ ചെയ്യുക, ശീലങ്ങളാക്കുക. അവിടെയാണ് വിശ്വാസി വിജയിക്കുന്നത്. ഏതാണ് ഏറ്റവും നല്ല പ്രവൃത്തി എന്നതിന് പ്രവാചകൻ നൽകുന്ന മറുപടി പോലും നിങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതാണ്, പതിവാക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, ശ്രേഷ്ഠകരമായത് എന്നാണ്. ഈ റമദാനിൽ 30 ദിവസങ്ങളിൽ ഓരോ ദിനരാത്രങ്ങളിലും ചെയ്യാവുന്നത്രയും നന്മകൾ നിരന്തരം ചെയ്ത് ശീലമാക്കി ആ റമദാനിന് ശേഷവും അത് തുടരാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുക എന്നതാണ് പ്രധാനം. മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം എല്ലായ്പ്പോഴും ഈ മാറ്റമുണ്ടാകുന്ന രീതിയിൽ റമദാനിനെ വരവേൽക്കാനാകുക എന്നതാണ് സൗഭാഗ്യം. അള്ളാഹു അങ്ങനെയുള്ള ഗുണപരമായൊരു മാറ്റം നമ്മളിൽ നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.